കൊല്ലം കുണ്ട്രയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച യുവാവ് ചികിത്സയിലിരിക്കെ മരിച്ച സംഭവത്തിൽ ഡിവൈഎഫ്ഐ കുണ്ട്ര പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുകയാണ്. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നു. രാജ്കുമാർ, പോലീസ് വാരിയല്ലുകൾക്ക് മർദ്ദിച്ചു. ബന്ധുക്കൾ നേരത്തെ കൈരളി ന്യൂസിനോട് പറഞ്ഞത് ഇതായിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഇതാ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം കൂടിയിരുന്നത്. പോലീസ് മർദ്ദനത്തിലാണ് ആ യുവാവ് മരിച്ചത്, കൊല്ലപ്പെട്ടത് എന്നതിലേക്ക് എത്തുന്നു കാര്യങ്ങൾ. എന്തൊക്കെയാണ് വിവരങ്ങൾ, എന്തൊക്കെയാണ് പ്രതിഷേധം? ഈ ക്രൂരകൃത്യം ചെയ്ത ആരായാലും ആ പോലീസ് ഉദ്യോഗസ്ഥമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കുണ്ട്ര പോലീസ് സ്റ്റേഷൻ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉപരോധിക്കുന്നത്. ഉപരോധ സമരം ആരംഭിച്ച് അരമണിക്കൂർ പിന്നിട്ടു. അല്പസമയം മുമ്പ് ഈ CPM നേതാവ് കൂടിയായ മേഴ്സിക്കുട്ടിയമ്മ ഇവരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. ഉദ്യോഗസ്ഥർക്കെതിരെ, ഈ ക്രൂരകൃത്യം ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭ സമരം അതിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ അല്ലെ CPM കടക്കുമെന്നുള്ളൊരു മുന്നറിയിപ്പ് അവർ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഡിവൈഎഫ്ഐ നേതാക്കളായിട്ടുള്ള ചിന്താ ജെറോമും ഹരികൃഷ്ണനും നിലവിൽ ഇപ്പോൾ ഒരു വലിയ അനീതിയാണ് ഇപ്പോൾ ഒരു യുവാവിന് സംഭവിച്ചിട്ടുള്ളത്. ഒരു ഡ്രൈവറായി ആ കുടുംബത്തെ പോറ്റുന്ന ഒരു സാധാരണ ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു കുടുംബം, ഇപ്പോൾ 2 കുടുംബങ്ങൾ അനാഥമായിരിക്കുകയാണ്. അല്ല, വളരെ ഗുരുതരമായ സംഭവമാണല്ലോ. കാരണം പോലീസ് ഇത്തരത്തിലൊരു സമീപനമാണ് ഇവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് 16-ാം തീയതി, ജൂൺ മാസം 16-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ക്രൂരമായ മർദ്ദനം ആ ചെറുപ്പക്കാരന് നേരെ ഉണ്ടാകുന്നു. ഞാനും മേഴ്സിക്കുട്ടിയമ്മ സഹോദരൻ ഇപ്പോൾ വീട്ടിൽ പോയി മാതാപിതാക്കളെ കണ്ടിട്ട് വരികയാണ്. വാപ്പായോട് പറഞ്ഞു തല്ലിയെന്ന്, വീട്ടിലെല്ലാവരോടും പറഞ്ഞു. അദ്ദേഹം ഇത്രയും നാൾ അതിൻ്റെ വേദന സഹിക്കുന്നു. ജില്ലാ ആശുപത്രിയിലും താലൂക്ക് ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജിലും എല്ലാം ചികിത്സ നേടിയ ശേഷമാണ് ആ ചെറുപ്പക്കാരൻ ഇപ്പോൾ മരണപ്പെടേണ്ടി വന്നത്. ഈ വിഷയത്തിനകത്ത് പോലീസ് കൃത്യമായ അന്വേഷണം ഉണ്ടാകണം. ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതിനകത്ത് കൃത്യമായ അന്വേഷണം ഉണ്ടാകണം. ആ കുടുംബത്തിന് നഷ്ടപരിഹാരം ഉറപ്പാക്കണം. ഇത്തരം സംഭവം ആവർത്തിക്കപ്പെടരുത്. ഈ 16-ാം തീയതി മർദ്ദനമുണ്ടായി ഇത്രയും നാളായി. ഈ നാട്ടിലെ MLA മന്ത്രി കൂടിയാണ്. ആ വിഷയത്തിനകത്ത് ഇടപെട്ടിട്ടില്ല. അപ്പോൾ ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ അവസ്ഥ എന്താണ്? ഡിവൈഎഫ്ഐ അതിശക്തമായ പ്രതിഷേധമായി മുമ്പോട്ട് പോകും. അതാണ് ഈ സമരമാണ് ഇവിടെ പോലീസ് സ്റ്റേഷന് മുമ്പിലുള്ളത്. ഹരികൃഷ്ണൻ, ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി. ഇല്ല, ഇവിടെ ഡിവൈഎഫ്ഐയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം ചിന്താ ജെറോം സൂചിപ്പിച്ചതുപോലെ കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ കർശനമായ നിലപാടുകൾ സ്വീകരിക്കണം. ആ കുടുംബത്തിന് അർഹമായ സാമ്പത്തിക സഹായം നൽകണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ വളരെ പെട്ടെന്ന് ഈ സമരം ആരംഭിച്ചിട്ടുള്ളത്. ഈ സമരം അവസാനിപ്പിക്കണമെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉത്തരവാദിത്തപ്പെട്ട മേലുദ്യോഗസ്ഥർ ഇവിടെ എത്തി ഞങ്ങൾക്ക് ഉറപ്പ് തന്നില്ല എങ്കിൽ ഈ സമരം തുറന്നു കൊണ്ടുപോകാൻ തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ തീരുമാനം. അജിംഷാദ്, ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ സ്റ്റേഷൻ ഉപരോധിക്കുകയാണ്. സ്റ്റേഷന്റെ മുന്നിൽ കുത്തിയിരുന്നുകൊണ്ടുള്ള ഉപരോധ സമരം. മാത്രമല്ല, അവിടുത്തെ MLAയും ആയ മന്ത്രി PC വിഷ്ണുനാഥ് ഈ കാര്യത്തിൽ ഇതുവരെ ഇടപെട്ടിട്ടില്ല. ആ കുടുംബത്തെ മേഴ്സിക്കുട്ടിയമ്മയും ചിന്താ ജെറോമും അടക്കം ഡിവൈഎഫ്ഐ പ്രവർത്തകർ അവിടെ സന്ദർശിച്ചു, അല്ലെങ്കിൽ CPM നേതാക്കൾ സന്ദർശിച്ചു. പക്ഷേ ഇതുവരെയും ഈ വിഷയത്തിൽ ഇടപെട്ടില്ല. അതുകൂടി പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നുണ്ട്. ചിന്താ ജെറോം പറഞ്ഞു അത്. രാജ്കുമാർ. അതെ, തീർച്ചയായിട്ടും ഈ യുവജനങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് കൂടിയാണ് ഈ പറയുന്ന ഇവിടുത്തെ PC വിശ്വനാഥ് എന്ന് പറയുന്ന MLAയും നിലവിലെ സാംസ്കാരിക മന്ത്രിയും. ഒരു സാംസ്കാരികമായ അധപ്പതനം കൂടിയാണ് കുണ്ട്ര പോലീസിൽ നിന്ന് ഇപ്പോൾ സംഭവിച്ചത്. ഒരു യുവാവിനെ അതിക്രൂരമായ, അതും ഒരു 15-കാരി നൽകിയ ഒരു കള്ളപ്പരാതി. ആ കള്ളപ്പരാതിയിൽ ആ പ്രായം തികയാത്ത ഒരു കുട്ടിയാണ്. ആ പറയുന്നതിന് ഒരു മെച്യൂരിറ്റി പോലും ഇല്ലെന്നുള്ളത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും ഇല്ലാതെയാണ് ഈ അർദ്ധരാത്രി 12-ാം തീയതി ഉറങ്ങിക്കിടന്ന, മരുന്ന് കഴിച്ച സെഡേഷനിലായിരുന്ന, മയക്കത്തിലായിരുന്ന ആ യുവാവിനെ ഈ നിർബന്ധപൂർവ്വം വീടിനകത്തേക്ക് കയറി പിടിച്ചുകൊണ്ടുവന്ന് സ്റ്റേഷനിലേക്ക് വന്നത്. ആ സ്റ്റേഷനിലേക്ക് വരുന്ന വഴിയിലായിരുന്നു അതിൽ കോവിൽമുക്ക് എന്നുള്ള ജംഗ്ഷനിൽ വെച്ച് ജീപ്പ് നിർത്തിയിട്ട് ജീപ്പിന് പുറകിലിരുന്ന ഈ പറയുന്ന ഈ സിയാദിനെ മുതുകത്ത് ഇടിക്കുകയായിരുന്നു, മുഷ്ടിയുരുട്ടി ഇടിക്കുകയായിരുന്നു എന്നുള്ള കാര്യം ഈ പെൺകുട്ടി, അതായത് നമ്മളോട് സംസാരിച്ച ആ സൗമ്യ, അമ്മ സാലിയും അതേപോലെ തന്നെ സൗമ്യയും രണ്ടുപേരും ഇക്കാര്യത്തിൽ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റേഷനിൽ നിന്ന് പിറ്റേ ദിവസം കാണാതായി എന്ന് പറയുന്ന ആ കുട്ടി തിരിച്ച് മടങ്ങി വന്നതോടെ തട്ടിക്കൊണ്ടു പോയതല്ല എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ഈ സിയാദ് നിരപരാധിയാണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് പോലീസ് 17-ാം തീയതി വിട്ടയക്കുന്നത്. വിട്ടയക്കപ്പെട്ട ആ സിയാദ് ആ
പുറത്തിറങ്ങി ആദ്യം വിളിക്കുന്നത് സുഹൃത്ത് അരുണിനെയായിരുന്നു. അരുണിനെ വിളിച്ചിട്ട് അടുത്ത സുഹൃത്തു കൂടിയാണ്, ആത്മാർത്ഥ സുഹൃത്താണ്, തന്നെ ക്രൂരമായി പോലീസ് ചതച്ചു, തനിക്ക് നല്ല ശരീരവേദനയും മറ്റുമുണ്ട്, അസ്വസ്ഥതയുണ്ട് എന്ന് പറഞ്ഞാണ് ഫോൺ കട്ട് ചെയ്യുന്നത്. പിന്നീട് ഈ അരുൺ കാണുന്നത് ഈ 1 മാസത്തിന് ശേഷം സിയാദിന്റെ മൃതശരീരമാണ്. സഹിക്കാൻ കഴിയാത്തതാണ് ആ നാടും നാട്ടുകാരും മുഴുവനും ഇപ്പോൾ അനുഭവിക്കുന്നത്. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് വിട്ടയച്ച യുവാവ് പിന്നീടുള്ള ചികിത്സയിലിരിക്കെ കൊല്ലപ്പെടുകയായിരുന്നു. ഈ വാരിയിൽ ഉൾപ്പെടെ പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട്. അത് പിന്നീട് ഇൻഫെക്ഷനായി മാറി. ആ ഇൻഫെക്ഷൻ ശരീരത്തെയും മാത്രമല്ല രാജ്കുമാർ, ഇത് ആള് മാറി കൊണ്ടുപോയി ശരിക്ക് ഇടിച്ചിട്ട് വാരിയലിൽ പൊട്ടുന്ന രീതിയിൽ ഇടിച്ചിട്ട് അവസാനം അബദ്ധം പറ്റിയതാണെന്ന് അറിയുമ്പോൾ ജ്യൂസ് വാങ്ങിക്കൊടുത്ത് വിട്ടു അല്ലേ രാജ്കുമാർ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു നേരത്തെ. ഇത് ആളുമാറിയതല്ലോ, ഇത് ശരിക്കും എന്ന് പറഞ്ഞാൽ ആളുമാറിയെന്ന് അദ്ദേഹം പറഞ്ഞതാണ്. പക്ഷേ ആളുമാറിയതല്ല, ഇത് കൃത്യമായ 15-കാരിയുടെ ഒരു കള്ളപ്പരാതി, ഒരു പക. അതിന് മറ്റൊരു കാരണമുണ്ട്. പക്ഷേ അത് പ്രായം തികയാത്ത ഒരു കുട്ടിയുടെ ആയതുകൊണ്ട് നമുക്ക് അത്തരം കാര്യങ്ങൾ തൽക്കാലം നമ്മൾ അതിനെ ആ രീതിയിലേക്ക് നമ്മളതിനെ കാണുന്നില്ല. പക്ഷെ ആ പരാതി വ്യാജമായിരുന്നു എന്ന് പോലീസിന് പിന്നീടാണ് മനസ്സിലായത്. പക്ഷേ ഒരു പെൺകുട്ടിയുടെ വാക്ക് കേട്ട് ഇങ്ങനെ ഒരാളെ വീട്ടിൽ നിന്ന് ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ അത് എന്തിനു വേണ്ടിയായിരുന്നു ഈ ഒരു തിടുക്കം? അല്ലെങ്കിൽ രാവിലെ സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞാൽ വരുന്ന ഒരാൾ കൂടിയാണ് ഈ സിയാദ് ഏതെങ്കിലും ക്രിമിനൽ കേസിൽ പ്രതിയായിരുന്നില്ല. ഇതിനു മുമ്പ് ഒരു കേസിലും പ്രതിയായിട്ടില്ല. മാന്യമായി ജീവിക്കുന്ന അയാളുടെ ജോലി ചെയ്യുന്നു, ആ കുടുംബത്തെ പോറ്റുന്നു, അങ്ങനെ ജീവിക്കുന്ന ഒരു യുവാവ്. ആ യുവാവാണ് ഇപ്പോൾ ഈ സമൂഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും. കാരണം ഈ പോലീസിന്റെ സമീപനം വളരെ ക്രൂരമായിരുന്നു. കാരണം നേരത്തെ രാജ്കുമാർ റിപ്പോർട്ട് ചെയ്തത് ഇടി കൊടുത്ത് ഇങ്ങനെ മരിക്കുന്ന രീതിയിൽ, ഇൻഫെക്ഷൻ ആകുന്ന രീതിയിൽ ഇടി കൊടുത്തതിന് ശേഷം ജ്യൂസ് വാങ്ങിക്കൊടുത്തിട്ട് ആ കുഴപ്പമില്ല പൊയ്ക്കോ എന്ന് പറഞ്ഞ് സോപ്പിട്ട് വിടുന്ന രീതി അതുകൂടി നടന്നു എന്ന് അതിൻ്റെ ഗൗരവം മനസ്സിലാകണം അല്ലേ രാജ്കുമാർ? അതെ, ഈ 17-ാം തീയതി, അതായത് ഈ കാണാതായി എന്ന് പറയുന്ന, അതായത് സിയാദാണ് കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയി എന്നാണ് 15-കാരിയുടെ പരാതി. അതേ കുട്ടി താൻ ചേച്ചിയുമായി വഴക്കിട്ട് താൻ മറ്റൊരു സ്ഥലത്ത് മാറി നിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തിരികെ മടങ്ങി വന്നു. ഇത് പോലീസ് മനസ്സിലാക്കിയിട്ടാണ് 17-ാം തീയതി ഈ പറയുന്ന സിയാദിനെ കുറ്റാരോപിതനെന്ന് പോലീസ് തന്നെ വിധിയിരുത്തി ഒരു പ്രിജുഡിസ് മൈൻഡോടുകൂടി, മുൻവിധിയോടുകൂടി ഒരു യുവാവിനെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പീഡിപ്പിക്കുന്നു. മാത്രമല്ല, സ്റ്റേഷനിലേക്ക് വരുന്ന വഴിക്ക് കുണ്ട്ര പോലീസ് സ്റ്റേഷനിൽ വ്യാപകമായി CCTV ക്യാമറകൾ ഉള്ളതിനാൽ ഇവിടെ വെച്ച് ഒരു 3rd ഡിഗ്രി നടക്കില്ലെന്ന് പോലീസിന് അറിയാം. അതുകൊണ്ട് തന്നെ അക്കാര്യം ആ പരാതി നൽകിയ 15-കാരിയെ തൃപ്തിപ്പെടുത്താൻ അവളുടെ മുമ്പിൽ വെച്ച്, ഈ 15-കാരിയുടെ മുന്നിൽ വെച്ച് തന്നെയാണ് ആ അർദ്ധരാത്രിയിൽ ആ പെൺകുട്ടിയും ജീപ്പിൽ ഉള്ളപ്പോഴാണ് ഈ പറയുന്ന സിയാദിനെ ജീപ്പിന്റെ പുറകിൽ വെച്ച് കുനിച്ചു നിർത്തി ഇടിക്കുന്നത്. ഇത് നമ്മളല്ല പറയുന്നത്, ഇവരുടെ സിയാദിന്റെ പെൺസുഹൃത്തും അവരുടെ മക്കളുമാണ് ഇക്കാര്യത്തിൽ ആരോപണം. തീർച്ചയായും രാജ്കുമാർ തത്സമയ ദൃശ്യങ്ങളാണ് അവിടെ നിന്നും വിവരങ്ങൾക്കൊപ്പം രാജ്കുമാർ നൽകുന്നത്. അതായത് പോലീസിന്റെ ക്രൂരതയിൽ ഒരു യുവാവിന്റെ ജീവൻ കൂടി പൊലിയുകയാണ്. ഇതിനെതിരായി DYFI യുവത വലിയ പ്രതിഷേധം തീർക്കുന്നു.